ഒരു സമുദായത്തിൻ്റെ വികസനവും മറ്റ് ജീവിതവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഒരു ഡൈനാമിക് യൂണിറ്റ് എന്ന് പറയാം. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിലും ഈ മഹൽ എംപവർമെൻറ്റിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. വിവരസാങ്കേതിക വിദ്യ ഈ മഹൽ എംപവർമെൻറ്റിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഈ വിഷയവുമായി മഹൽ സോഫ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മഹൽ സോഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്ത് താമസിക്കുന്ന സമുദായത്തിൽപ്പെട്ട കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ഈ എല്ലാ മേഖലകളിലെയും അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതിലുണ്ടാവും. കൂടാതെ ഒരു മഹലിനെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മഹലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടോട്ടാലിറ്റി എന്നുള്ള രീതിയിൽ ഡേറ്റ ലഭിക്കും. ഉദാഹരണത്തിന് ഒരു മഹലിൽ ഒരു എൻജിനീയറിംഗ് പാസ്സായ എത്ര കുട്ടികളുണ്ട്, ആരൊക്കെയാണത് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ക്വാളിഫിക്കേഷൻ, അതുപോലെ ആരോഗ്യസ്ഥിതി, വൃദ്ധന്മാരെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലം, വിധവകൾ എന്ന് തുടങ്ങി എല്ലാ മേഖലകളെ സംബന്ധിച്ചും ഒരു ടോട്ടാലിറ്റി. അതുകൊണ്ട് നമുക്ക് ഒരു ക്ഷേമപ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനും അവരുടെ ആകെക്കൂടെയുള്ള പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനും സാധിക്കും. ഇതുമൂലം ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഈ ടാർഗറ്റ് ഗ്രൂപ്പിന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ ഒരു കാരണവശാലും ഒഴിഞ്ഞു പോകുന്നില്ല, അവർക്ക് തന്നെ ലഭിക്കും. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ശരിക്കും ഇവാലുവേറ്റ് ചെയ്യാനും അവരെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്ക് കൂടുതലായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ കൊടുക്കുവാനും ഈ മഹൽ സോഫ്റ്റിൻ്റെ പ്രവർത്തനത്തിന് ഫലമായി സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുവരെ ഇങ്ങനെ ഒരു പ്രവർത്തനം കേരളത്തിൽ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ സ്കോപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനുമൊക്കെ വളരെ വലുതാണ്. ഈ സോഫ്റ്റ്വെയർ കൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചുരുക്കത്തിൽ ഒരു മഹലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ രീതിയിലുള്ള പുരോഗതിയും അതിൻ്റെ ഓരോ മെമ്പർമാരുടെയും, ഓരോ കുടുംബത്തിലെ ഓരോ മെമ്പർമാരുടെയും പുരോഗതിയെ ലക്ഷ്യമാക്കി ഈ മഹൽ സോഫ്റ്റ് പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇതാണ് എനിക്ക് മഹൽ സോഫ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്.